أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا تقوم الساعة حتى يتباهى الناس في المساجد. അന്ത്യനാളിൻ്റെ അടയാളങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പള്ളികളുടെ വിഷയത്തിൽ ജനങ്ങൾ മത്സരിക്കുന്നത് വരെ ലോകം അവസാനിക്കുകയില്ല. പള്ളിയുടെ വിഷയത്തിൽ മത്സരങ്ങളുണ്ടാകും. ഞങ്ങളുടെ പള്ളിയാണ് വലുത്, ഞങ്ങളുടെ പള്ളിയുടെ മുനാരാണ് വലുത്, ഞങ്ങളുടെ പള്ളിയുടെ കുമ്പ കണ്ടിട്ടുണ്ടോ, അതിലെ ലൈറ്റുകൾ കണ്ടിട്ടുണ്ടോ, ഇങ്ങനെ പറഞ്ഞ് പരസ്പരം ഞങ്ങളുടെ പള്ളി നിങ്ങളുടെ പള്ളി എന്ന് പറഞ്ഞില്ലേ മത്സരങ്ങൾ ഉണ്ടായിത്തീരും. അത് അന്ത്യനാളിലൊരു അടയാളമാണ്. ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഇദാ ദഖറഫ്തും മസാജിദക്കും, നിങ്ങൾ പള്ളികളെ മോടി പിടിപ്പിക്കാൻ തുടങ്ങിയാൽ, ഹുല്ലീത്തും മസാഹിഫക്കും, മുസഹഫുകളിൽ സ്വർണവും വെള്ളിയും പൂശാൻ തുടങ്ങിയാൽ, ഫത്തിമാറു അലൈക്കും, നിങ്ങളുടെ നാശം അടുത്തു എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത് രണ്ടും ഇന്ന് നടക്കുന്നുണ്ട്. പള്ളികൾ അമിതമായി മോടി പിടിപ്പിക്കുക, അലങ്കാര ബൾബുകളെ കൊണ്ടും വില പിടിച്ച കർട്ടനുകളെ കൊണ്ടും കാർപ്പറ്റുകളെ കൊണ്ട് പള്ളികൾ ഇങ്ങനെ മോടി പിടിപ്പിക്കുക. മുസഹഫുകൾ സ്വർണം പൂശിയ മുസഹഫ്, വെള്ളി പൂശിയ മുസഹഫ് എന്ന് പറഞ്ഞ് മുസഹഫുകൾ ഇങ്ങനെ പുറത്തിറക്കുക. ഇതിങ്ങനെ നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ നാശം തുടങ്ങിയെന്ന് മനസ്സിലാക്കിയാൽ മതി. പള്ളികൾ എന്നുള്ളത് ഖുർആൻ പറഞ്ഞത് ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു, അള്ളാഹുവിൻ്റെ ദിക്ർ നടക്കാൻ വേണ്ടിയാണ് പള്ളികൾ. ദിക്ർ അവിടെ നടക്കൂല, അലങ്കാരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാകും, പള്ളി ശൂന്യമായിരിക്കും, നിസ്കരിക്കാൻ ആളുണ്ടാവില്ല. മുസഹഫുകൾ നല്ല അലങ്കാരമുള്ള മുസഹഫുകളായിരിക്കും, ഓതാനും അതനുസരിച്ച് ജീവിക്കാനും ആളുണ്ടാവില്ല. അങ്ങനത്തെ ഒരു കാലം വന്നാൽ പറഞ്ഞതിനർത്ഥം പള്ളികൾ തീരെ മനോഹരമാക്കേണ്ടതെന്നല്ല. പള്ളികളിൽ അത്യാവശ്യമായ അലങ്കാരങ്ങൾ മനോഹരതകളൊക്കെ വേണം, അതൊന്നും തെറ്റല്ല. അതിൽ മത്സരിക്കുകയും അത് അമിതമാവുകയും ചെയ്യുന്നൊരവസ്ഥ നമ്മൾ ഇന്ന് പല പ്രദേശങ്ങളൊക്കെ കാണാറുണ്ട്. ചില ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ ഇത് ക്രിസ്ത്യൻ പള്ളിയാണോ മുസ്ലിം പള്ളിയാണോ എന്ന് തിരിച്ചറിയാത്ത രീതിയിലുള്ള അലങ്കാരങ്ങളൊക്കെ പള്ളികളിൽ കാണാൻ കഴിയും. ഇങ്ങനെ റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ല തുസഖരിഫുന്നഹ, നിങ്ങൾ ഈ പള്ളികളെ മോടി പിടിപ്പിക്കും കമാ സഖറഫൽ യഹൂദു വന്നസാറ, ജൂത നസാറാക്കൾ അവരുടെ ആരാധനാലയങ്ങളെ മോടി പിടിപ്പിക്കും പോലെ നിങ്ങളും മോടി പിടിപ്പിക്കും. ഹീന ഹുരിഫത്തിൽ കുത്തുബു, അവരെപ്പോഴാണ് ഈ പള്ളികൾ മോടി പിടിപ്പിക്കാൻ തുടങ്ങിയത്? അവരുടെ കിതാബുകൾ മാറ്റത്തിരുത്തപ്പെട്ടതിന് ശേഷമാണ്. ഇഞ്ചീലും തൗറാത്തും നിലനിന്നിരുന്ന കാലത്ത് ഈ പ്രശ്നമില്ലായിരുന്നു. കിതാബുകളിൽ അവർ കൈകടത്തിയപ്പോഴാണ് നസാറാക്കളും ജൂതന്മാരും പള്ളികളെ അലങ്കരിക്കാൻ തുടങ്ങിയത്. അതുപോലെ നിങ്ങളും അത് ചെയ്യും. ഉദ്ദീന, അവരാ മതത്തെ പാഴാക്കി കളഞ്ഞു. നിങ്ങൾ ഈ മതത്തെ പാഴാക്കരുത്. പള്ളികൾ യഥാർത്ഥ ലക്ഷ്യം ദിക്റും തസ്ബീഹും ഇബാദത്തും നടക്കലാണ്. അത് നടക്കാതെ കേവല അലങ്കാരങ്ങൾ വരുത്തിയതുകൊണ്ട് പള്ളികൾ ഒരു ഹിദായത്ത് ലഭിക്കാനില്ല. അങ്ങനെ അലങ്കാരം മാത്രമായി മാറുകൾ പള്ളികൾ ആളുകളിൽ നിന്ന് ശൂന്യമാവുകയും ചെയ്യുന്നൊരു കാലം അന്ത്യനാളിൻ്റെ അടയാളമാണെന്നാണ് ഈ ഹദീസിൽ സൂചിപ്പിക്കുന്നത്. അല്ലാഹു തആല നമുക്ക് ഈമാനും ഹിദായത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനക്കല്ലാഹു ബിഹംദിഹി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക. അസ്സലാമു അലൈക്കും.